അപ്പോൾ ഞാൻ അന്നൊരു ഹൃദയഹാരിയായ സിനിമ കണ്ടു. ഒരു പാവപ്പെട്ട അച്ഛൻ. ആ പാവപ്പെട്ട അച്ഛന് 2 മക്കൾ. എന്താ പറയുക, ഒരു ലോല ഹൃദയനായ ഒരു ഗൈനക്കോളജിസ്റ്റ്. അതേപോലെ ഒരു എന്താ പറയുക, പഞ്ചഭാവമായ തൻ്റെ സ്കില്ല് ഉപയോഗിച്ച് ആളുകൾക്ക് നല്ലത് മാത്രം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരു പാവം കെമിസ്റ്റ്. ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം കെമിക്കൽസ് ഉപയോഗിക്കുന്ന ആൾ. ഗ്യാസ് കുറ്റിയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നൊരു മഹാവ്യക്തിത്വം. ഈ 2 പുണ്യമായ മക്കളുള്ള ഒരച്ഛനും ഈ അച്ഛൻ്റെ കുടുംബവും വേറൊരു തങ്കപ്പെട്ട കുടുംബമായിട്ടുള്ള ഒരു ഗ്യാസ് കുറ്റി കണക്ഷൻ. ആ കണക്ഷൻ മറ്റേ കുടുംബത്തിലെ ഒരു ലോല ഹൃദയനായ ഹാർട്ട് സർജറി ഒക്കെ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന എന്താ പറയുക, ഒരു പാവപ്പെട്ട മനുഷ്യൻ മാർക്കോ. പുള്ളീൻ്റെ ഒരു കഥയായ ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ, ഓൺലി ഓൺ ഏഷ്യാനെറ്റ്. ഞാൻ ഇപ്പോൾ എന്താ കണ്ടതെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ പടം! ഉണ്ണിമൂന്തൻ. പുള്ളീൻ്റെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീൻസ് ഉള്ള സിനിമ ഇത് തന്നെയാണ്, ഞാൻ നിസ്സംശയം പറയും. എന്താ പടം! പുള്ളി ആ മാർക്കോ പറഞ്ഞ ക്യാരക്ടർ ജീവിക്കായിരുന്നു. പിന്നെ പുള്ളീൻ്റെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പുള്ളീനെ ബാക്കിയുള്ള സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത, മീൻസ് പുള്ളീൻ്റെ ഡയലോഗ് ഡെലിവറി ഒരു ആവറേജ് ഫീലായിരുന്നു തരാറ്. പക്ഷെ ഇതിൽ പുള്ളി ചെയ്ത മീൻസ് മിക്കായൽ മാത്രമാണ് പുള്ളീൻ്റെ ഡയലോഗ് ഡെലിവറി, പിന്നെ മാളികപ്പുറം. ഈ 2 സിനിമയിലാണ് പുള്ളീൻ്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ സിനിമയിൽ പുള്ളി ചെയ്ത ഡയലോഗ് ഡെലിവറി ഒരു രക്ഷയില്ല. ഇവിടെ ഞാൻ വന്ന മുതൽ എന്താ പറയുക, കുറേ ആൾക്കാരൊരു ചെന്നായിക്കളെ പോലെ തന്നെ വേട്ടയാടാണ്. ഇനി ഇവിടെ ഞാൻ മതി പറഞ്ഞ ഡയലോഗ്, ആ ഒരൊറ്റ ഡയലോഗ് മതി പുള്ളി ഈ സിനിമയിലും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ. പിന്നെ ജഗദീഷ്, പുള്ളി എന്താ പറയുക, ടോണിയായിട്ട് ജീവിക്കാൻ പറയാം. ഒരു ടൈലർ മെയ്ഡ് റോൾ, അല്ലെങ്കിൽ അതൊരു ടൈലർ മെയ്ഡ് റോളാക്കി മാറ്റി വരുന്ന പുള്ളി. ഒന്നും പറയാമല്ലോ, ഭയങ്കര കട്ട ഡാർക്ക് സിനിമയോ അങ്ങനെയൊന്നുമുള്ള ഫീലിംഗ് ചിലപ്പോൾ ഇത് എല്ലാവർക്കും തരണം എന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇതിന് ഈ എന്താ പറയുക, വയലൻസ് ആണ് ഇതിൽ മെയിൻ. ഇത് വെറുതെ ചടവട നാടിയല്ല, ചെറിയ കഥയൊക്കെ ഉണ്ട്, മീൻസ് കുറച്ച് ക്ലീശ കഥയാണെങ്കിൽ പോലും അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേയിലൂടെയാണ് ഈ സിമ്പിൾ കഥ ആയതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ എനിക്കും ചെറിയ ലാഗ് തോന്നി ഈ കഥ പറയുന്ന സമയത്ത്. ആക്ഷൻ വരുമ്പോൾ ചെറുപിട ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സാധനം. ഈ സ്റ്റെയർ കേസിലൊക്കെ വെച്ച അടിയുണ്ട്, ഒരു സിംഗിൾ ഷോട്ട് സാധനം. അത് അടിപൊളി, മീൻസ് അതിങ്ങനെ ഓരോ വൈഡിൽ ഒരു സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ എടുത്തുവാണ്. പിന്നെ ഒരു മേജർ സീക്വൻസ് എന്ന് വെച്ചാൽ ആ മാർക്കോൻ്റെ വീട്ടിൽ വെച്ചുണ്ടാകുന്ന ഒരു ഫൈറ്റ്. ഈ സിനിമയിലെ ഏറ്റവും ബ്രൂട്ടൽ പോർഷനും പല ആളുകളും തല ഇറങ്ങിയെന്നൊക്കെ പറയുന്ന സീൻ വരാൻ ചാൻസ് ഉള്ളത് ഇവിടെ തന്നെ ആയിരിക്കും. എന്താ പറയുക, ഒരു കുറേ മോഡ് ഓഫ് ഫൈറ്റ് സീൻസ് ഇതിലുണ്ട്. ഫസ്റ്റ് മോഡ് ഫസ്റ്റ് പേഴ്സണിലുണ്ട്, പല ആംഗിളിലും പല രീതിയിലും പല പേർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരൊറ്റ സീക്വൻസ് പല രീതിയിലും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയുമില്ല. പിന്നെ എൻ്റെ ഡയറക്ടർ ഹനീഫ് അഡേനി, ഞാൻ കണ്ട പുള്ളീൻ്റെ എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. മിക്കായൽ എന്താ പറയുക, ലോജിക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂ ബോളിവുഡ് അടുത്ത് പെട്ട സിനിമ തന്നെയാണ് മിക്കായൽ. എനിക്ക് എന്താ പറയുക, എനിക്ക് അവിടെ ഇഷ്ടമാണ്. അതേപോലെ എന്താ പറയുക, ഗ്രേറ്റ് ഫാദർ അടിപൊളി പടമാണ്. അബ്രാഹത്തിൻ്റെ സന്തതികൾ അടിപൊളി പടമാണ്. പിന്നെ രാമേന്ദ്രൻ പ്രസംഗം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷെ പുള്ളി ഞാൻ കണ്ട പടങ്ങളൊക്കെ അടിപൊളിയാണ്. എന്താ പറയുക, അതിൽ എല്ലാത്തിലും ഒരു ഫാമിലി തന്നെയായിരിക്കും അതിൻ്റെ ബേസ്. ഒരു ഫാമിലി അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ നഷ്ടപ്പെട്ട ശേഷം റിവഞ്ച്, ഇതൊരു റിവഞ്ച് സ്റ്റോറി തന്നെ ആണെങ്കിൽ പോലും അതിൽ എന്താ പറയുക, എത്രത്തോളം യുണീക്കായിട്ട് അത് എടുക്കാൻ പറ്റുമോ, എത്രത്തോളം മാസീവായിട്ട് ഒരു എന്താ പറയുക, എത്രത്തോളം എന്താ പറയുക, ആൾക്കാർക്ക് എത്രത്തോളം ഒരു സിനിമയിൽ അവർക്ക് ആർട്ട് ഒരു സ്കില്ല് ഉപയോഗിക്കാൻ പറ്റും, അത്ര ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു
എന്താ പറയുക കിഡിലൻ വയലൻസ് പടം. വയലൻസ് പറഞ്ഞാൽ ഇതാണ് വയലൻസ് എന്ന് ഞാൻ പറയും. ഞാൻ കില്ല് അതേപോലെ ജോൺ വിക്ക് സീരീസ് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയുക ഈ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വയലൻസ് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ കണ്ട വയലൻസ് പടം എന്ന് വെച്ചാൽ OTTയിൽ കണ്ടതെന്ന് വെച്ചാൽ സലാർ മാത്രമാണ്. അതിലുള്ള വയലൻസ് ഒന്നും ഒരു വയലൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അപ്പം എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിലല്ല ജീവിതത്തിൽ കാണുന്ന ഒരു ഹൈ വോൾട്ടേജ് വയലൻ്റ് പടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അത് നിസ്സംശയം ഞാൻ പറയാണ്. പിന്നെ കബീർ ദുഹാൻ സിംഗ് എന്താ പറയുക സൈറസ് അടിപൊളി. പുള്ളിക്ക് ഈ ടെർബോലൊക്കെ വന്നിട്ട് വെറുതെ ടെർബോല് പുള്ളിനെ കാണിച്ച് ഒരു വലിയ സീനൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ എന്തോ ഒരു റോളായിരുന്നു പുള്ളിക്ക് കൊടുത്തത്. ടെർബോ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. മീൻസ് ലോജിക് ഇല്ലാണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ അതിൽ കബീർ ദുഹാൻ സിംഗിന് വലിയ റോൾ കൊടുത്തില്ല. പിന്നെ ARMൽ ഓക്കെ, അത് പിന്നെ ഹീറോയിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് ഒരു സീനായതുകൊണ്ട് നമുക്ക് ഓക്കെ എന്ന് പറയാം, പ്രശ്നമില്ല. പക്ഷേ ഇതിന് പുള്ളിക്ക് കൊടുത്ത റോള് പുള്ളി കിഡിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എമ്മാതിരി വില്ലനാണ്. അതായത് നമുക്ക് സിനിമ കാണുമ്പോൾ ഒട്ടും ലാഗ് തോന്നും. അതായത് സെക്കൻഡ് ഹാഫ് എനിക്ക് തീരെ ലാഗ് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫും ചില സ്റ്റോറി ബിൽഡിങ്ങിൽ ലാഗ് തോന്നിയിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും വൺ സ്പീഡിൽ പോയി ചെറുപടി സ്പീഡിൽ അങ്ങ് പടം പോവാണ്. എന്താ പറയുക ഇൻ്റർവെലായി ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇൻ്റർവെലായി ഇതെന്താ പടം കഴിഞ്ഞ്. അതുപോലെ ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. എല്ലാ തിയേറ്ററിലും കാണിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോയ തിയേറ്ററിൽ കാണിച്ചു. എന്താ പറയുക അതും കട്ടടനായിട്ടാണെങ്കിൽ ഫീൽ ചെയ്തത്. എന്താ വെച്ചാൽ അത് എവിടെയും എത്താത്തൊരു ടൈപ്പ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. മീൻസ് അത് അവരെടുത്തില്ല, അല്ല സെൻസർ ബോർഡ് കട്ട് ചെയ്താണ്. എന്തായാലും മൊത്തത്തിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന തിയേറ്റർ തന്നെ പോയി കാണണം. ഉണ്ണി മുന്തൻ്റെ ഒരു കിടിലൻ പടം. അതായത് സിദ്ദിഖ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പുള്ളീൻ്റെ ആക്ടിങ് ബാക്കിയൊന്നും ഞാൻ നോക്കാൻ പുള്ളി ആസ് ആൻ ആക്ടർ പുള്ളി പെർഫെക്റ്റാണ്. അത് മാത്രമേ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കാര്യമായിട്ട് അതിന് പുള്ളീൻ്റെ പേഴ്സാണെന്ന് എനിക്ക് അറിയില്ല. ഈ സിനിമയിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിമുന്തൻ തന്നെയാണ്. പിന്നെ ഒരാളെയും കൂടി പറയാണ്ട് നമ്മളെ ഷമ്മി തരാൻ്റെ പേര് അഭിമന്യു എന്നിട്ടാൻ പേര് പറഞ്ഞാൽ പുള്ളീൻ്റെ പുള്ളി കിട്ടില്ലായി ചെയ്യുന്നത്. പല സ്ഥലത്ത് നമുക്ക് ഷമ്മി തിലകൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഡയലോഗ് ഡെലിവറി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടു എല്ലാം. ഈ കാസ്റ്റ് വെച്ചാൽ എല്ലാവരും കിട്ടില്ല. ഇപ്പം ഇതിൽ വിക്ടറായിട്ട് അഭിനയിച്ച നല്ല ആക്ടിങ് ആയിരുന്നു. ഫസ്റ്റ് സിനിമയെന്ന് പറയില്ല, ഫസ്റ്റ് സിനിമയെന്നാണ് എല്ലാവരും പറയുന്നത്. ഫസ്റ്റ് സിനിമയെന്ന് പറയില്ല. പിന്നെ നല്ല രീതിക്ക് ഒരു ചെറിയ രീതിക്ക് ഒരു ത്രില്ലിങ് മോഡിൽ, പിന്നെ ഒരു വയലൻറ്റ് മോഡിൽ അടിപൊളി. പിന്നെ രവി ബാസുറോർ മ്യൂസിക് ഡയറക്ടർ ഓഫ് KGF, സലാർ, ഉഗ്രം, അങ്ങനെ പല പടങ്ങൾ. ഒന്നും പറയാനില്ല. എന്താ ചെയ്ത് വെച്ചാൽ നിങ്ങൾ മീൻസ് എന്താ പറയുക ഈ സിനിമയ്ക്ക് പറ്റും. മീൻസ് ഭയങ്കര BGM എന്ന് പറഞ്ഞാൽ KGF ലെവൽ BGM അല്ല പുള്ളി ചെയ്താൽ. ഞാൻ കേട്ട വെച്ച് പുള്ളീൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് BGM ആണ്. ഒരു ഈ ടർബോലൊക്കെ നമ്മൾ കുടുകുടു ആ BGM ആയിക്കോല്ലേ, അതിൻ്റെ കുറച്ചുകൂടി ഒരു ബെറ്റർ വേർഷനായിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പാട്ട് ഒരു അസുരൻ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൻ്റെ മുന്നേ കാണിക്കുന്ന പാട്ടാണ്. അതേപോലെ ഇതിൽ മറ്റേ ഫസ്റ്റ് ബ്ലഡ് പറഞ്ഞ പാട്ട് പേര് ടൈറ്റിൽ കാണിക്കുമ്പോൾ അത് ഡാപ്സിൻ്റെ വേർഷൻ തന്നെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. സന്തോഷ് വെങ്കിൻ്റെ അല്ല. പക്ഷേ ഡാപ്സിൻ്റെ വേർഷനും തിയേറ്റർ കേൾക്കാൻ നീറ്റായിരുന്നു. ഇനി അവർ മാറ്റി പാടിപ്പിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി ഈ തിയേറ്റർ കേൾക്കാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൻ്റെ മുന്നിൽ ആ ഒരു ഈ ടൈറ്റിൽ കാണിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ മാർക്കോൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസിലൂടെ കാണിക്കുന്നുണ്ട്. ഒരാളെ ആനിമേഷനിലൂടെ കാണിക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റെയർ കേസ് അങ്ങനത്തെ കുറേ ഐക്കോണിക് ആക്ഷൻ സീൻസ് ഉണ്ട്. പിന്നെ OTT വന്നാൽ ഞാൻ ഒന്നുകൂടി കാണും. എന്താ വെച്ചാൽ കുറേ കട്ട് സീൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ അടിച്ചു കയറി നമ്മളെ റിയാസ് ഖാൻ്റെ പുള്ളീൻ്റെ സീൻസൊക്കെ ഇനി OTTയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫുള്ളായിട്ട് OTTയിൽ ഉണ്ടാവും തോന്നുന്നു. അതെല്ലാ തിയേറ്ററും കാണിക്കണ്ടോ ഇല്ല അറിയില്ല. ഞങ്ങൾ പോയ തിയേറ്ററിലെ പ്രൊജക്ഷനിസ്റ്റ് ഞങ്ങൾക്ക് അറിയുന്ന ആളാണ്. പുള്ളീനോട് സിനിമ തുടങ്ങാൻ ബറോസ് ഷോ തീരാത്തതുകൊണ്ട് ബറോസ് കളിച്ച സ്ക്രീനിലാണ് മാർക്കോ കളിച്ചത്. അപ്പോൾ അതുവരെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സിനിമ അതിനോട് ഇറങ്ങണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നു. എല്ലാവരും ഇറങ്ങി. ആകെ ഞങ്ങളൊരു 4-5 പേരെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബെറ്റർ അമേസിങ് കിടിലൻ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താ പറയുക 7 ദിവസത്തെ ക്യാമ്പിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. എന്താ പറയുക ക്യാമ്പിൻ്റെ ഒരു സങ്കടം, ക്യാമ്പ് പെട്ടെന്ന് തീർന്ന സങ്കടം ഇപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനാണ് ഞാൻ സിനിമ കാണാൻ പോയത്. കണ്ട സിനിമ ഇതായിപ്പോയി. എന്തായാലും അടിപൊളി പടമൊന്നും പറയാനില്ല. മനസ്സിലാവട്ടെ.